ഇഡി നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് സാബു ജേക്കബിന്റെ 2020യുടെ NDA പ്രവേശനം എന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്വന്തം താൽപര്യ സംരക്ഷണത്തിനായി പാർട്ടിയെ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അണികളിൽ പ്രതിഷേധം പുകയുന്നത്. കൂടുതൽ പേർ പാർട്ടി വിട്ടേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം മുതലാളിയുടെ അവസ്ഥ എന്താകുമെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. വികസനത്തിന്റെ പെരുമഴ തീർക്കാനാണ് NDAയിലേക്ക് പോകുന്നത് എന്നാണ് സാബു മുതലാളി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇഡി വീടിന്റെ വാതിക്കൽ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇപ്പോൾ NDAയുടെ കൂടെ പോയില്ലെങ്കിൽ പിടിച്ചകത്തിടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പോയതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ സാബു ജേക്കബിന്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ പാർട്ടിക്കുള്ളിൽ 2020 എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണോ? വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനാണോ സാധ്യത? ഗുഡ് മോർണിംഗ് മനു. ഈ കിറ്റക്സിൻ്റെ MD ആയ സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 പാർട്ടി, ആ പാർട്ടിയുടെ NDA പ്രവേശനത്തെ തുടർന്നുണ്ടായ പൊട്ടിത്തെറികൾ അതിപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് 2020 NDAയിലെത്തി എന്നത് സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പം, വലിയ ദുരൂഹതകളൊക്കെ പാർട്ടിക്ക് അകത്ത് ഉള്ളവരിലും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം പലരോടും ഇത് കൃത്യമായി ആശയവിനിമയം നടത്തിയിട്ടല്ല ഈ 2020യുടെ NDA പ്രവേശനം ഉണ്ടായതെന്ന് അന്ന് തന്നെ വലിയ ചർച്ചയായതാണ്. ആ ഘട്ടത്തിൽ നേരത്തെയൊക്കെ സാബു ജേക്കബ് പറഞ്ഞിരുന്നത് എല്ലാ മുന്നണികളോടും തുല്യ ദൂരം പാലിക്കുന്നു, ഒരു മുന്നണിയോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ല എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് പെട്ടെന്നൊരു ദിവസം NDAയിൽ ചേരുകയാണ്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം സാബു ജേക്കബ് ഒപ്പം ഇരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് NDA പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനമൊക്കെ നടത്തുന്നു. അന്ന് തന്നെ വലിയ പൊട്ടിത്തെറികൾ പാർട്ടിയിൽ ഉണ്ടായതാണ്. ഈ 2020യുടെ പ്രധാന പ്രവർത്തകരായിരുന്ന നേതൃതലത്തിലുണ്ടായിരുന്നവർ വരെ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 2020യിൽ നിന്ന് നേരത്തെ തന്നെ കുന്നത്തനാട് പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് MV നിതാമോളടക്കം മുൻപ് തന്നെ പാർട്ടി വിട്ടതാണ് 2020യുടെ നിലപാടുകളിലൊക്കെ പ്രതിഷേധിച്ച്. NDA പ്രവേശനത്തിന് പിന്നാലെ അന്ന് തന്നെ രാജിവെച്ച ചിലരുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PM നാസർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്, ഐക്യനാട് മുൻ പഞ്ചായത്ത് അംഗം ജീൽ മാവേലി എന്നിവരൊക്കെ ഈ NDA പ്രവേശനത്തിന് പിന്നാലെ പാർട്ടി വിട്ടവരാണ്. പക്ഷേ അത് അവിടം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത പുറത്തു വന്നത്. എന്തുകൊണ്ട് NDAയിലേക്ക് ഇങ്ങനെ 2020 എത്തി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ആവുകയാണ്. അത് ED അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കാരണം ഈ സാബു ജേക്കബിൻ്റെ തന്നെ കമ്പനിയായ കിറ്റക്സ് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ശക്തമാക്കുന്നു. അതിൻ്റെ ഭാഗമായി നോട്ടീസുകൾ വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ്, 6 മാസം മുൻപാണ് ഇങ്ങനെ നോട്ടീസ് എത്തിയത്. ആ നോട്ടീസ് വന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സംശയം തീർത്തത് സാബു ജേക്കബ് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനം വിളിച്ച് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നോട്ടീസ് വന്നിട്ടുണ്ട് എന്ന കാര്യം സാബു ജേക്കബ് സമ്മതിച്ചു. പക്ഷേ തന്നോട് ഇതുവരെ ഹാജരാകാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെറ്റായ വാർത്തയാണ്. പക്ഷേ നോട്ടീസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കിറ്റക്സിൻ്റെ ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച് ചില ചോദ്യങ്ങളാണ് വന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട ED അന്വേഷണം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും BJPയുടെ ഭാഗത്തു നിന്ന് BJP നേതൃത്വം നൽകുന്നത്, കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്നത് BJP ആണ്. ആ BJPയുടെ വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ നേരിട്ട് ഈ സാബു ജേക്കബുമായി ചർച്ച നടത്തിയതൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ആ തരത്തിൽ വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ വരുതിയിലാക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതൊക്കെ ഈ ED അന്വേഷണം നടത്തുന്നതിലൂടെ വ്യക്തമായതാണ്. എന്തുകൊണ്ട് നോട്ടീസ് വന്നതിന് പിന്നാലെ അപ്പോൾ ഒരു കാര്യം ED അന്വേഷണം നിലയ്ക്കും, നോട്ടീസുകളൊന്നും ഉണ്ടാകില്ല. ഇനി സാബു ജേക്കബിന് സുഖമായി നടക്കാം. EDയുടെ കണ്ണിൽ സാബു ജേക്കബ് ഇനി വിശുദ്ധനാകും, അല്ലേ? അതാണല്ലോ അതുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. അതെ, ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് തന്നെയാണ് സാധ്യത. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ വ്യവസായം, അതുമായി ബന്ധപ്പെട്ട ചില ഗുണങ്ങൾ കിട്ടിയേക്കാം. കച്ചവടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഗുണം കിട്ടാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് പ്രശ്നം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് പലരും വിട്ടുപോകുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. അത് നേരത്തെ തന്നെ ആ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയതാണ്. NDA പ്രവേശനം വന്ന ഘട്ടത്തിൽ തന്നെ, ആ പ്രഖ്യാപനം വന്ന അന്ന് തന്നെ പലരും രാജിവെച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ
ഇനിയും കൂടുതൽ പേർ ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട N2020-യുടെ ടിക്കറ്റിൽ ജയിച്ചവർ തന്നെ പാർട്ടി വിട്ടു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. കാരണം അങ്ങനത്തെ ഒരു സംസാരം, അത്തരത്തിലുള്ള അകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ പുകയുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കച്ചവടത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കൊഴിഞ്ഞുപോക്ക് രൂക്ഷമാവുകയും ചെയ്യും എന്നുള്ള സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മനു. ശരി ഉമേഷ്, ഏതായാലും കാത്തിരുന്ന് കാണാം. ഇ ഡി മതി, ബാക്കിയെല്ലാം കയ്യിലുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത്. ഇ ഡി വീടിൻ്റെ മുൻപിലെത്തി, സാബു ജേക്കബ് ഇതാ NDAയിൽ പോയി ചേർന്നിരിക്കുന്നു. എത്ര രസകരമാണല്ലേ കാര്യങ്ങൾ. ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ BJPയിലോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുന്നണിയിലേക്ക് എത്തിയാൽ പിന്നെ അവരെല്ലാം വിശുദ്ധരാകും. ഇപ്പോൾ എത്ര പേരുണ്ടെന്നറിയാം. ഇപ്പോൾ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയാണ്. എത്രയോ കേസുകളിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് ഒറ്റ സുപ്രഭാതത്തിൽ BJPയിലേക്ക് വരുന്നു. ഇപ്പോൾ അന്വേഷണവുമില്ല, ഒന്നുമില്ല. അദ്ദേഹം അസമിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതുപോലെ തന്നെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ്, പേര് മറന്നുപോയി, ബംഗാളിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ED അന്വേഷണം നേരിട്ടിരുന്ന ഒരാളായിരുന്നു. തൃണമൂലിൽ നിന്ന സമയത്ത് BJPയിൽ പോയി ചേർന്നു. സുവേന്ദു അധികാരി, യെസ് അതാണ് പേര്. BJPയിൽ പോയി ചേർന്നു. അന്വേഷണമൊക്കെ മാറ്റി നിർത്തി സുഖമായിട്ട് പോകുന്നു. ചന്ദ്രബാബു നായിഡുവിനെതിരെ അന്വേഷണം ഉണ്ടായിരുന്നു. എവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് BJPയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളൊന്നും അവരുടെ സ്ഥാപനങ്ങളുടെയോ വീടിൻ്റെയോ 7 അയൽപ്പക്കത്ത് പോലും വരില്ല. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ സാബു ജേക്കബിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ED അന്വേഷണം വരുന്നു, സാബു ഇതാ NDAയിൽ പോയി ചേരുന്നു. ഇനി സ്വാഭാവികമായും ആ അന്വേഷണം നിലയ്ക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ED എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആയുധമാണ് എന്ന ആക്ഷേപം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സത്യസന്ധതയില്ലാത്ത അന്വേഷണ ഏജൻസിയാണ് എന്ന ആക്ഷേപവും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നടക്കം ആ ഏജൻസി ഇങ്ങനെ വിമർശനം ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നത്. വിവരങ്ങളാണ് ഉമേഷ് നമുക്ക് കൊച്ചിയിൽ നിന്ന് നൽകിയത്.